ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ഓപ്ഷൻസ്: ദൈവഭയമില്ലാത്തവരുടെ, പാപികളുടെ, ധിക്കാരികളുടെ, ഭോഷന്മാരുടെ. ഉത്തരം: പാപികളുടെ. 2. ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആര്? ഓപ്ഷൻസ്: ദൈവഭയമില്ലാത്തവൻ, പാപി, ഭോഷൻ, ധിക്കാരി. ഉത്തരം: ദൈവഭയമില്ലാത്തവൻ. 3. ആരുടെ പേരുകളാണ് മാഞ്ഞു പോകുന്നത്? ഓപ്ഷൻസ്: ദൈവഭയം ഇല്ലാത്തവൻ്റെ, ദൈവസ്നേഹം ഇല്ലാത്തവൻ്റെ, പാപികളുടെ, ഭോഷൻ്റെ. ഉത്തരം: പാപികളുടെ. 4. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഓപ്ഷൻസ്: സൽകീർത്തി, ദൈവഭക്തി, ദൈവഭയം, ദൈവസ്നേഹം. ഉത്തരം: സൽകീർത്തി. 5. മരണത്തെ ഓർക്കുന്നത് എത്ര കൂട്ടർക്ക് അരോചകമാണ്? ഓപ്ഷൻസ്: 3, 4, 2, 6. ഉത്തരം: 3. 6. പാപികളുടെ സന്താനങ്ങളുടെ എന്ത് നശിച്ചു പോകും? ഓപ്ഷൻസ്: സൽകീർത്തി, അധികാരം, അവകാശം, തലമുറ. ഉത്തരം: അവകാശം. 7. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും? ഓപ്ഷൻസ്: നിത്യനിന്ദയ്ക്ക്, ശാപത്തിന്, ദൈവകോപത്തിന്, നിത്യശാപത്തിന്. ഉത്തരം: നിത്യനിന്ദയ്ക്ക്. 8. ദൈവഭയം ഇല്ലാത്ത ജനത്തിന് മരണത്തിലും എന്താണ് വിധി? ഓപ്ഷൻസ്: ശാപം, നിത്യനിന്ദ, ദൈവകോപം, നിത്യശാപം. ഉത്തരം: ശാപം. 9. പ്രഭുവിൻ്റെയും മറ്റ് ആരുടെയും മുൻപിലാണ് വ്യാജം പറയുന്നത് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻസ്: ഭരണാധികാരി, ന്യായാധിപൻ, വിധിയാളൻ, സ്നേഹിതൻ. ഉത്തരം: ഭരണാധികാരി. 10. എന്താവർത്തിക്കുന്നതിൽ ലജ്ജിക്കണം എന്നാണ് പ്രഭാഷകൻ 41 പറയുന്നത്? ഓപ്ഷൻസ്: പരദൂഷണം, രഹസ്യം, വഷളായ സംസാരം, അനീതി. ഉത്തരം: പരദൂഷണം. 11. ആരെ കുറ്റം വിധിക്കുന്നതിൽ പാപം ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ അധ്യായം 42 പറയുന്നത്? ഓപ്ഷൻസ്: സഹയാത്രികനെ, പങ്കാളിയെ, അപരാധനെ, സ്നേഹിതനെ. ഉത്തരം: അപരാധനെ. 12. ദുശ്ശാഠ്യക്കാരിയായ പുത്രി ആരുടെ പരിഹാസപാത്രമാകും? ഓപ്ഷൻസ്: ദുഷ്ടന്മാരുടെ, അയൽക്കാരുടെ, ശത്രുക്കളുടെ, സ്നേഹിതരുടെ. ഉത്തരം: ശത്രുക്കളുടെ. 13. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴിയാണ് നിർവഹിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: വാക്കുവഴി, വചനം വഴി, വിശ്വസ്തത വഴി, പ്രവൃത്തി വഴി. ഉത്തരം: വചനം വഴി. 14. നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: ദുഷ്ടയായ ഭാര്യയെക്കുറിച്ച്, ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെക്കുറിച്ച്, അവിശ്വസ്തയായ ഭാര്യയെക്കുറിച്ച്, പുത്രിയെക്കുറിച്ച്. ഉത്തരം: അവിശ്വസ്തയായ ഭാര്യയെക്കുറിച്ച്. 15. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ആർക്കാണ് അവർണ്ണനീയമായിട്ടുള്ളത്? ഓപ്ഷൻസ്: ദൈവഭക്തന്, ജ്ഞാനിക്ക്, വിശുദ്ധർക്ക്, വിവേകിക്ക്. ഉത്തരം: വിശുദ്ധർക്ക്. 16. കർത്താവിന് അജ്ഞാതമല്ലാത്തത് എന്ത്? ഓപ്ഷൻസ്: ഒരു ചിന്തയും, ഒരു വാക്കും, നിഗൂഢ രഹസ്യങ്ങൾ, ഭൂതവും ഭാവിയും. ഉത്തരം: ഒരു ചിന്തയും. 17. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത്? ഓപ്ഷൻസ്: പർവ്വതങ്ങൾ, മേഘങ്ങൾ, തെക്കൻ കാറ്റ്, ചുഴലിക്കാറ്റ്.
ഉത്തരം പർവ്വതങ്ങൾ. 18 എത്ര മഹനീയ ദൃശ്യമാണ് എന്ന് പ്രഭാഷകൻ 43:1 പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: സ്വർഗം, ഉദിച്ചുയരുന്ന സൂര്യൻ, തെളിഞ്ഞ ആകാശവിതാനം, അത്യുന്നതൻ്റെ സൃഷ്ടി. ഉത്തരം സ്വർഗം. 19 ആരുടെ കൽപ്പനയാൽ നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നു? ഓപ്ഷൻസ്: സർവശക്തൻ്റെ, പരിശുദ്ധൻ്റെ, അത്യുന്നതൻ്റെ, കർത്താവിൻ്റെ. ഉത്തരം പരിശുദ്ധൻ്റെ. 20 കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത്? ഓപ്ഷൻസ്: വിശുദ്ധി, ജ്ഞാനം, വിവേകം, വിജ്ഞാനം. ഉത്തരം ജ്ഞാനം. 21 ആരാണ് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ഓപ്ഷൻസ്: നോഹ, ഹെനോക്ക്, അബ്രാഹം, എലീഷ. ഉത്തരം ഹെനോക്ക്. 22 എല്ലാ തലമുറകൾക്കും ഹെനോക്ക് എന്തിൻ്റെ മാതൃകയാണ്? ഓപ്ഷൻസ്: അനുതാപത്തിൻ്റെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, സ്നേഹത്തിൻ്റെ. ഉത്തരം അനുതാപത്തിൻ്റെ. 23 ആരാണ് തികഞ്ഞ നീതിമാനായിരുന്നത്? ഓപ്ഷൻസ്: അബ്രാഹം, നോഹ, ഹെനോക്ക്, ഫിനെഹാസ്. ഉത്തരം നോഹ. 24 പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം തെളിയിച്ചത് എന്ത്? ഓപ്ഷൻസ്: വിശ്വസ്തത, ദൈവഭക്തി, സ്നേഹം, കാരുണ്യം. ഉത്തരം വിശ്വസ്തത. 25 കർത്താവ് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത്? ഓപ്ഷൻസ്: യാക്കോബിന്, 12 ഗോത്രങ്ങൾക്ക്, ഇസ്രായേൽ ജനത്തിന്, കാലബിന്. ഉത്തരം 12 ഗോത്രങ്ങൾക്ക്. 26 എന്ത് കാര്യത്തിൽ അബ്രാഹത്തിന് സമനായി ആരുമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: വിശുദ്ധിയിൽ, മഹത്വത്തിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ. ഉത്തരം മഹത്വത്തിൽ. 27 അവൻ്റെ സന്തതി വഴി ആര് അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തു? ഓപ്ഷൻസ്: ജനതകൾ, ഇസ്രായേൽ ജനം, സമൂഹം, തലമുറകൾ. ഉത്തരം ജനതകൾ. 28 മോശ ആർക്ക് സുസമ്മന്നതനായി? ഓപ്ഷൻസ്: ജനത്തിന്, സമൂഹത്തിന്, ഇസ്രായേൽ ജനത്തിന്, കർത്താവിന്. ഉത്തരം ജനത്തിന്. 29 ആരുടെ സന്നിധിയിൽ കർത്താവ് മോശയെ സമുന്നതനാക്കി? ഓപ്ഷൻസ്: ന്യായാധിപന്മാരുടെ, ഭരണാധികാരികളുടെ, രാജാക്കന്മാരുടെ, പ്രഭുക്കന്മാരുടെ. ഉത്തരം രാജാക്കന്മാരുടെ. 30 എന്തിൻ്റെ പൂർണ്ണത അവിടുന്ന് അഹറോനെ അണിയിച്ചു? ഓപ്ഷൻസ്: മഹിമയുടെ, മഹത്വത്തിൻ്റെ, വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ. ഉത്തരം മഹിമയുടെ. 31 ദാവീദുമായി എന്ത് ഉറപ്പിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 45 പറയുന്നത്? ഓപ്ഷൻസ്: ഉടമ്പടി, കൽപ്പനകൾ, അവകാശം, പിന്തുടർച്ചാവകാശം. ഉത്തരം ഉടമ്പടി. 32 ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഓപ്ഷൻസ്: അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ദാവീദിൻ്റെ. ഉത്തരം യാക്കോബിൻ്റെ. 33 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത്? ഓപ്ഷൻസ്: ദൈവദൂതന്മാർക്ക്, രാജാക്കന്മാർക്ക്, ന്യായാധിപന്മാർക്ക്, വിധിയാളന്മാർക്ക്. ഉത്തരം ദൈവദൂതന്മാർക്ക്. 34 അവിടുന്ന് മോശയെ വിശുദ്ധീകരിച്ചതെങ്ങനെ? ഓപ്ഷൻസ്: വിശ്വസ്തതയും കാരുണ്യവും കൊണ്ട്, വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, കാരുണ്യം കൊണ്ട്. ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 35 കർത്താവ് അഹറോനെ ശക്തനാക്കിയത് എങ്ങനെ? ഓപ്ഷൻസ്:
അധികാര ചിഹ്നങ്ങൾ നൽകി, പൗരോഹിത്യം വഴി, നിത്യമായ ഉടമ്പടി വഴി, അവകാശം വഴി? ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി. 36. എവിടെ വെച്ചാണ് അന്യഗോത്രക്കാർ അസൂയാലുക്കൾ ആയത്? ഓപ്ഷൻസ്: മരുഭൂമിയിൽ വച്ച്, ഹോറബിൽ വെച്ച്, ഒലിവ് മലയിൽ വെച്ച്, ഹെബ്രോണിൽ വെച്ച്. ഉത്തരം മരുഭൂമിയിൽ വച്ച്. 37. മഹത്വത്തിൻ്റെ 3-ാം സ്ഥാനം ആർക്കാണ്? ഓപ്ഷൻസ്: എലെയാസർ, ജോഷുവ, കാലബ്, ഫിനെഹാസ്. ഉത്തരം ഫിനെഹാസ്. 38. തലമുറകൾ തോറും നിലനിൽക്കേണ്ടത് എന്ത്? ഓപ്ഷൻസ്: മഹത്വം, വിശുദ്ധി, വിശ്വസ്തത, ദൈവഭക്തി. ഉത്തരം മഹത്വം. 39. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ആയിരുന്നത് ആര്? ഓപ്ഷൻസ്: ശിമെയോൻ, ജോഷുവ, മോശ, അബ്രാഹം. ഉത്തരം ജോഷുവ. 40. ആരാണ് ജോഷുവയുടെ സേനാബലം കണ്ടത്? ഓപ്ഷൻസ്: സമൂഹം, ഇസ്രായേൽ, ജനതകൾ, കാലബ്. ഉത്തരം ജനതകൾ. 41. ആരെയാണ് ജോഷുവ പൂർണ്ണമായി പിൻചെന്നത്? ഓപ്ഷൻസ്: ശക്തനായവനെ, അത്യുന്നതനെ, പരിശുദ്ധനെ, കർത്താവിനെ. ഉത്തരം ശക്തനായവനെ. 42. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയത് ആര്? ഓപ്ഷൻസ്: എല്ലാ ഇസ്രായേൽക്കാരും, സമൂഹം, ജനതകൾ, മോശ. ഉത്തരം എല്ലാ ഇസ്രായേൽക്കാരും. 43. ശവകുടീരങ്ങളിൽ നിന്ന് ആരുടെ അസ്ഥികളാണ് നവജീവൻ പ്രാപിക്കേണ്ടത്? ഓപ്ഷൻസ്: മഹത്തുക്കളുടെ, പൂർവ്വപിതാക്കന്മാരുടെ, ന്യായാധിപന്മാരുടെ, പിതാക്കന്മാരുടെ. ഉത്തരം ന്യായാധിപന്മാരുടെ. 44. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായവൻ ആര്? ഓപ്ഷൻസ്: സാമുവൽ, ഹെനോക്ക്, ഹോസിയ, ഫിനെഹാസ്. ഉത്തരം സാമുവൽ. 45. സാമുവൽ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് എങ്ങനെ? ഓപ്ഷൻസ്: വിശ്വസ്തതയിലൂടെ, വാക്കുകളിലൂടെ, വചനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ. ഉത്തരം വാക്കുകളിലൂടെ. 46. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ദാവീദിനെ അണിയിച്ചത് എന്ത്? ഓപ്ഷൻസ്: വിശുദ്ധിയുടെ കിരീടം, മഹത്വത്തിൻ്റെ കിരീടം, കിരീടം, മഹത്വം. ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം. 47. ദാവീദിന് എവിടെയാണ് മഹത്വത്തിൻ്റെ സിംഹാസനം നൽകിയത്? ഓപ്ഷൻസ്: ഇസ്രായേലിൽ, പിൻതലമുറയിൽ, സന്തതികളിൽ, 12 ഗോത്രങ്ങളിൽ. ഉത്തരം ഇസ്രായേലിൽ. 48. ആരുടെ ഭരണകാലമാണ് സമാധാനപൂർണമായിരുന്നത്? ഓപ്ഷൻസ്: ദാവീദിൻ്റെ, റഹോബോവാമിൻ്റെ, ജെറോബോവാമിൻ്റെ, സോളമൻ്റെ. ഉത്തരം സോളമൻ്റെ. 49. മരിച്ചിട്ടും പ്രവചിച്ചത് ആര്? ഓപ്ഷൻസ്: ഏലിയ, സാമുവൽ, എലീഷ, ഏശയ്യ. ഉത്തരം എലീഷ. 50. ആരാണ് നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത്? ഓപ്ഷൻസ്: ദാവീദ്, ഹെസക്കിയ, സോളമൻ, ഏലിയ. ഉത്തരം ഹെസക്കിയ. 51. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആര്? ഓപ്ഷൻസ്: ഏശയ്യ, സാമുവൽ, ഏലിയ, ഏലീഷ. ഉത്തരം ഏശയ്യ. 52. അത്യുന്നതൻ്റെ നിയമം നിരസിച്ചതിനാൽ അസ്തമിച്ചത്? ഓപ്ഷൻസ്: യൂദ രാജവംശം, ദാവീദിൻ്റെ ഭവനം, ബഞ്ചമിൻ ഗോത്രം, ദാവീദിൻ്റെ വംശം. ഉത്തരം യൂദ രാജവംശം. 53. യൂദ രാജവംശം മറ്റുള്ളവർക്ക് അടിയറ വച്ചത് എന്ത്? ഓപ്ഷൻസ്:
അധികാരം, അവകാശം, ഭരണം, മഹത്വം. ഉത്തരം അധികാരം. 54. ഏതു ജനത്തെയാണ് ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത്? ഓപ്ഷൻസ്: അബ്രാഹത്തിൻ്റെ ജനത്തെ, യാക്കോബിൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ, ഇസഹാക്കിൻ്റെ ജനത്തെ. ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ. 55. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി പണിതുയർത്തിയത് എന്ത്? ഓപ്ഷൻസ്: വീണുപോയ കോട്ടകൾ, വിശുദ്ധ മന്ദിരം, വിശുദ്ധ ഭവനം, വിശുദ്ധഗിരി. ഉത്തരം വിശുദ്ധ മന്ദിരം. 56. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായിട്ടുള്ളത് ആര്? ഓപ്ഷൻസ്: അബ്രഹാം, മോശ, ആദം, ഏലിയ. ഉത്തരം ആദം. 57. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത് ആര്? ഓപ്ഷൻസ്: യാക്കോബ്, അബ്രഹാം, ശിമയോൻ, ഇസഹാക്ക്. ഉത്തരം ശിമയോൻ. 58. ലെബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചത്? ഓപ്ഷൻസ്: ശിമയോൻ, ഹെസക്കിയ, മോശ, യാക്കോബ്. ഉത്തരം ശിമയോൻ. 59. ആശീർവാദം സ്വീകരിക്കാൻ കുമ്പിട്ടത് ആര്? ഓപ്ഷൻസ്: ജനം, സമൂഹം, ഇസ്രായേൽ ജനം, ഇസ്രായേൽ മക്കൾ. ഉത്തരം ജനം. 60. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ. ഓപ്ഷൻസ്: ശിമയോൻ, സീറാഖ്, ഫിനെഹാസ്, ഹെസക്കിയ. ഉത്തരം സീറാഖ്.